2 ദിവസം മുൻപ് MA ബേബി ഒരു പ്രസ്താവന ഇറക്കി. പ്രസ്താവനയല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ ആളാവാനായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം. സൈനികപരമായ ബന്ധങ്ങളും മറ്റെല്ലാ ബന്ധങ്ങളും, വ്യാപാരപരമായ ബന്ധങ്ങളും എല്ലാം അവസാനിപ്പിക്കണം. ഇനി ഇസ്രായേലുമായി നമുക്കൊരു ബന്ധവും വേണ്ട. മോദി ഭയന്നങ്ങ് വിറച്ചുപോയി ഇതൊക്കെ കേട്ടിട്ട്. അവസാനം മോദി പറഞ്ഞു, എല്ലാം അവസാനിപ്പിക്കാൻ ബേബിച്ചായ, നിങ്ങൾ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തരുത്, പേടിപ്പിക്കരുത്. ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതിലും ഭയാനകമായത്. ഇത് കൃത്യമായി ഹാസ്യരൂപേണ ശ്രീജിത്ത് പണിക്കർ എഴുതിയിട്ടുണ്ട്. 2 ദിവസം മുൻപ് അദ്ദേഹം എഴുതിയതാണ്. പക്ഷേ അത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ വായിക്കാനിടയായത്. സത്യത്തിൽ കുറച്ച് ഭാവമൊക്കെ കലർത്തിയ നമുക്കിത് പറയാൻ കഴിയൂ. കാരണം ഇവിടെ ഇരുന്ന് MA ബേബി ട്രംപിനെ താക്കീത് ചെയ്തിട്ടും നെതന്യാഹുവിനെ വല്ലതും പറഞ്ഞിട്ടും ഇവർക്കൊക്കെ MA ബേബി ആരാണെന്നെങ്കിലും അറിയാമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ആരെയും ഇഴട്ടി പറയുന്നതല്ല. പക്ഷേ ഇസ്രായേലിന് ഇന്ത്യയുമായുള്ള ബന്ധം എന്താണെന്നും ഇന്ത്യക്ക് ഇസ്രായേലുമായുള്ള ബന്ധം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നതല്ലേ ബേബിച്ചായ നല്ലത്? ഇല്ലെങ്കിൽ പിണറായി പറയുന്നത് കേട്ട് വാലാട്ടി എവിടെയെങ്കിലും ഇരിക്കുന്നതാണ് അച്ചായൻ്റെ ആരോഗ്യത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും നല്ലത്. എന്തായാലും ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. പ്രധാനമന്ത്രിയുടെ വസതിയിൽ അടിയന്തര യോഗം കൂടുന്നു. പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒപ്പമുണ്ട്. ഇന്നത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും ഉപേക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്ന് അറിയിപ്പ് വരുന്നു. തിടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു ഹോട്ട്ലൈൻ കോൾ വിളിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മുഖത്തൊരു പിരിമുറുക്കം. അപ്പുറത്ത് കോൾ എടുക്കുന്നു സൗമ്യമായ ശബ്ദത്തിൽ. ഹലോ. പ്രതിരോധ മന്ത്രിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന പ്രധാനമന്ത്രി സംസാരം പാതിയിൽ മുറിക്കുന്നു. ശേഷം വിളറിയ മുഖത്ത് കൃത്രിമ സന്തോഷം വരുത്തി പ്രസന്ന ഭാവത്തിൽ ഫോണിലുള്ള ആളോട്, ഹലോ ബീബി, സുഖമല്ലേ? സുഖം തന്നെ പ്രൈം മിനിസ്റ്റർ. എന്താണ് തിടുക്കത്തിൽ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കേട്ട പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയെ ആശങ്കയോടെ നോക്കുന്നു. ശേഷം സൗമ്യമായി, പ്രശ്നമൊന്നുമില്ല, എന്നാൽ ചെറുതല്ലാത്ത ഒരു വിഷയം ഉണ്ട് താനും. എനിക്കത് പറയാനും ബുദ്ധിമുട്ടുണ്ട് ബീബി. ഏയ്, ഞാൻ ഇവിടെ നേരിടുന്ന പ്രശ്നത്തെക്കാൾ വലുതൊന്നുമല്ലല്ലോ അത്. പറയൂ പ്രധാനമന്ത്രി. അത് പ്രധാനമന്ത്രിയുടെ തൊണ്ട ഇടർന്നു. പ്രതിരോധ മന്ത്രി ഔചിത്യം പോലും നോക്കാതെ താൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് അദ്ദേഹത്തിന് കൈമാറുന്നു. പ്രധാനമന്ത്രി ഒന്നും നോക്കാതെ അത് കുടിക്കുന്നു. വെളുത്ത താടി രോമങ്ങളിൽ പറ്റിയ വെള്ളം തുടച്ചുകൊണ്ട് തുടരുന്നു. അത് നമ്മൾ തമ്മിൽ കരാറിൽ നിന്ന് എനിക്ക് പിന്നോക്കം പോകേണ്ടി വരും. അതാണ് അവസ്ഥ. എന്താണ് നിങ്ങൾ പറയുന്നത്? കരാർ റദ്ദാക്കാനോ? മറുതലക്കിലെ ശബ്ദം അല്പ കടുത്തു. അതെ, അല്ലാതെ വേറെ നിവർത്തിയില്ല. എന്താണ് കാര്യമെന്ന് പറയൂ. പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളില്ലല്ലോ. ഇതിലിനി പരിഹാരമില്ല. കരാർ റദ്ദാക്കുക മാത്രമേ വഴിയുള്ളൂ. പ്രധാനമന്ത്രി സൗമ്യത കൈവിട്ട് ശക്തമായി പറഞ്ഞു നിർത്തി. അപ്പോൾ എൻ്റെ രാജ്യത്തിൻ്റെ ഉപഗ്രഹങ്ങളെ നിങ്ങളിനി വിക്ഷേപിക്കില്ല എന്നാണോ? അതെ. അവിശ്വസനീയം. ഞാനും നിങ്ങളും ചേർന്ന് വികസിപ്പിക്കുന്ന ഡ്രോണുകൾ ഉപേക്ഷിക്കേണ്ടി വരും ബീബി. പ്രധാനമന്ത്രി കൂടുതൽ കണിശതയോടെ പറഞ്ഞു. പെട്രോളിങ്ങും മറ്റും ഇനി വാഹനങ്ങൾ തരില്ല എന്നാണോ? അങ്ങനെ തന്നെ. അസംബന്ധം. ടാവർ, നെഗേവ് തോക്കുകൾ ഇനി അത് ഉണ്ടാവില്ല ബീബി. എന്താണ് പ്രധാനമന്ത്രി നിങ്ങൾ ഈ പറയുന്നത്? തുറമുഖത്തിന്റെ പണികൾ അതും നിർത്തിവെക്കണം ബീബി. എനിക്കതല്ലാതെ മറ്റു വഴിയില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങളെ ഇങ്ങനെ അസ്വസ്ഥനാക്കുന്നത്? ഇതൊക്കെ ഉപേക്ഷിച്ചാൽ എൻ്റെ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ നിസ്സഹായനാണ്. എൻ്റെ കൈകൾ ബന്ധിതമാണ് ബീബി. ആരാണ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? കൂടുതൽ പണമാണോ? ആണെങ്കിൽ പറയൂ തുറന്ന്. എന്താണ് ചെയ്യാൻ കഴിയുകയെന്ന് ഞാൻ നോക്കാമല്ലോ. പണമല്ല ബീബി, സൗജന്യമായി പോലും ഈ സേവനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുമായിരുന്നല്ലോ. എന്നാൽ അതിശക്തമായ ഒരു ആജ്ഞ എന്നെ തളർത്തുന്നു ബീബി. എൻ്റെ ശക്തി ആകെ ചോർന്നു പോകുന്നത് ഞാൻ അറിയുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ പാർട്ടിയിൽ നിന്നോ മുന്നണിയിൽ നിന്നോ സമ്മർദ്ദമുണ്ടോ പ്രധാനമന്ത്രി? ഇല്ല ബീബി. എൻ്റെ വാക്കിനപ്പുറം അവരൊന്നും പറയില്ല. അതിനേക്കാൾ വലിയൊരു ശക്തി എന്നെ തളർത്തുന്നു ബീബി. എനിക്ക് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാതെ വഴിയില്ല. എന്നെ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രി. അതിനേക്കാൾ വലിയ ഏത് ശക്തിയാണ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത്?
അതിനേക്കാൾ വലിയ ശക്തി എൻ്റെ രാജ്യത്തുണ്ട് ബീബി. അതിൻ്റെ സമ്മർദ്ദവും ആജ്ഞാശക്തിയും ഞാൻ മനസ്സിലാക്കുന്നു. അനുസരിക്കാതെ തരമില്ല, എന്നോട് ക്ഷമിക്കൂ. അതിനേക്കാൾ വലിയ ഏത് ശക്തിയാണ് പ്രധാനമന്ത്രി ഉള്ളത്? നിങ്ങളുടെ രാജ്യത്തെ ജനങ്ങളാണോ? അല്ല ബീബി, അവർക്ക് എന്നോട് സ്നേഹമാണ്. എൻ്റെ തീരുമാനങ്ങളിൽ അവർക്കും പ്രശ്നമില്ല ബീബി. എന്തൊരു അസംബന്ധമാണ് പ്രധാനമന്ത്രി! നിങ്ങളെക്കാൾ, നിങ്ങളുടെ പാർട്ടിയേക്കാൾ, നിങ്ങളാക്കിയ ജനങ്ങളെക്കാൾ അധികാരമുള്ള, നിങ്ങൾക്കുമേൽ ഇത്ര സമ്മർദ്ദം ചെലുത്താൻ ശേഷിയുള്ള ആ ശക്തി ഏതാണ് പ്രധാനമന്ത്രി? ഞാനും അതിനെക്കുറിച്ച് അറിയട്ടെ. അതിനെ ഞാനും ഭയക്കേണ്ടി വരുമോ? പ്രധാനമന്ത്രിയുടെ മുഖത്ത് നിസ്സഹായത, കണ്ണുകളിൽ ഇരുട്ട് പടരുന്നത് പോലെ. ബോധം മറയുകയാണോ? അദ്ദേഹത്തിന്റെ വിറയാർന്ന കൈകളിലേക്ക് പൊടുന്നനെ പ്രതിരോധ മന്ത്രിയുടെ കൈ വന്നു തൊട്ടു. പെട്ടെന്ന് സ്ഥലകാലബോധം വീണ്ടെടുത്ത പ്രധാനമന്ത്രി ആ പേര് പറയണോ എന്ന പുരുകമുയർത്തി പ്രതിരോധ മന്ത്രിയോട് ആംഗ്യത്തിലൂടെ ചോദിക്കുന്നു. മറുപടി വന്നതും ആംഗ്യത്തിലൂടെ. ഇനി വൈകേണ്ട എന്ന അർത്ഥത്തിൽ. മറുതലയ്ക്കൽ അസ്വസ്ഥത പുകയുന്നു. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, പറയൂ, ആരുടെ ശാസനമാണ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത്? ആരുടെ ആജ്ഞയാണ് നിങ്ങൾ ഭയക്കുന്നത്? പറയൂ. പ്രധാനമന്ത്രി വിറയാർന്ന ചുണ്ടുകളിൽ നിന്ന് ആ വാക്കുകൾ നന്നേ പ്രയാസപ്പെട്ട് അടർന്നു വീണു. ബീബി, ബേബി. എന്നെ ബേബി എന്നൊന്നും വിളിച്ച സമയം കളയാതെ ആ പേര് പറയൂ മിസ്റ്റർ പ്രധാനമന്ത്രി. മറുതലക്കിലെ ശബ്ദത്തിൽ കൂടുതൽ അസ്വസ്ഥത നിറഞ്ഞിരിക്കുന്നു. ഞാൻ ആ പേരാണ് പറഞ്ഞത് ബീബി, ബേബി. ലോകാരാധ്യനായ ബേബി സഖാവ്. തികഞ്ഞ നിശബ്ദത. സെക്കൻഡുകളിൽ മിനിറ്റുകളായി. അവരുടെ വാച്ചുകളിലെ സൂചികൾ നീങ്ങുന്ന ശബ്ദം ആ മുറിയിലാകെ നിറഞ്ഞു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട ഊർജം തിരിച്ചെടുത്ത് പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ചു. ബീബി, ബേബി. അരുത്, വീണ്ടും ആ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തരുത്. ഭയപ്പെടുത്തിയതല്ല ബീബി, ഇത്തവണ ഞാൻ നിങ്ങളെ സ്നേഹം കൊണ്ട് ബേബി എന്ന് വിളിച്ചതാ. വീണ്ടും നിശബ്ദത. അങ്ങേ തലയ്ക്കൽ ഒരു ഞരക്കം, ചെറു തേങ്ങൽ, ദീർഘനിശ്വാസം. അതിനൊടുവിൽ ബീബി സംസാരിച്ചു തുടങ്ങി. വിഷമിക്കേണ്ട പ്രധാനമന്ത്രി, നിങ്ങളെ എനിക്ക് മനസ്സിലാകും. കരുത്തനായ ചിലരുടെ കൽപ്പനകൾ കല്ലിനെ പിളർക്കുമെന്നാണല്ലോ. 5000 കിലോമീറ്റർ ഉറപ്പുള്ള എനിക്ക് പോലും ആ ശാസന സമ്മാനിക്കുന്നത് കൊടിയ ഭയത്തെയാണ്. നമുക്കിത് വേണ്ട പ്രധാനമന്ത്രി. മൂർദ്ധമായ സാഹചര്യം സംജാതമായിരിക്കുന്നു. നമുക്ക് ഈ അമൂർദ്ധമായ കരാറുകൾ അവസാനിപ്പിക്കാം. ബീബിക്ക് കാര്യം മനസ്സിലായെന്ന ചാരിതാർത്ഥ്യം പ്രധാനമന്ത്രിയുടെ മുഖത്ത്. വീണ്ടും പരസ്പര അഭിവാദ്യം ചെയ്ത് കോൾ കട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് മറുതലയ്ക്കൽ വീണ്ടും. അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറയില്ലല്ലോ അല്ലേ? എനിക്ക് അദ്ദേഹത്തെ ബഹുമാനമാണെന്ന് പറയണം. അദ്ദേഹത്തിന് ഇഷ്ടമില്ലെന്ന് അറിയാതെയാണ് ഞാൻ നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടതെന്നും പറയണം. പിണക്കമുണ്ടാകരുത്. പ്രധാനമന്ത്രി ആ ഉറപ്പ് കൊടുക്കുന്നു. ബീബിക്ക് ആശ്വാസം, പ്രധാനമന്ത്രിക്ക് സമാധാനം. ഇങ്ങ് ദൂരെ ആ വാർത്തയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ബേബി സഖാവിന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി. പിന്നീട് അതൊരു പൊട്ടിച്ചിരിയായി. നിർത്താതെ ചിരിച്ച് അദ്ദേഹം ഇടത്തേക്ക് ചരിഞ്ഞു. ഉടൻ തന്നെ കട്ടിലിൽ നിന്ന് താഴെ വീണു ഉണർന്നു. പകച്ചു നോക്കി. ഹാവ്, നേരം വെളുത്തിട്ടില്ല. അതെ, നേരം വെളുത്തിട്ടില്ല. സഹാക്കന്മാർക്ക് നേരം വെളുത്തിട്ടില്ല. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ വെളുപ്പാങ്കാലമല്ലെങ്കിൽ ഫലിക്കത്തുമില്ല.